അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അള്ളയില്ല ഉള്ളിൽ അള്ളയില്ല, കുത്തിക്കറുപ്പിച്ച നിസ്കാരത്തഴമ്പുണ്ട്, നീ വലിയവൻ എന്ന ചിന്തയുണ്ട്. നീ വലിയവൻ എന്ന ചിന്തയുണ്ട്. കൂടെ കൂടെ നിന്നാവിൽ റബ്ബിൻ്റെ ദിക്റുമുണ്ട്. നിന്റെ ഉള്ളിൽ നീ വളർത്തും കിബറിൻ്റെ കരുത്തുമുണ്ട്. ഇത് അള്ളയില്ല ഉള്ളിൽ അള്ളയില്ല, ഇതൊരു യാഥാർത്ഥ്യവും സത്യവുമാണ്. ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് സമസ്തയുടെ ഒരു സന്ദേശയാത്രയാണ്. അഹങ്കാരത്തിൻ്റെയും കിബറിൻ്റെയും മാത്രം ഒരുപാട് തലീക്കെട്ടുകാരിങ്ങനെ സമസ്തക്ക് ഒരു റാലി നടത്തുകയാണ്. അതിൻ്റെ സ്റ്റേജിലൊക്കെയാണ് നോക്കിയാൽ പ്ലാസ്റ്റിക്കിൻ്റെ പൂവുകളെ കൊണ്ട് വർണ്ണത കൂടിയിരിക്കുന്നു. ഇത് ഔലിയാക്കളെ സംഘടന. മുമ്പത്തതിൽ ഔലിയാക്കൾ ഉണ്ടായിരുന്നു, ചാപ്പനങ്ങാടി വാപ്പു മുസ്ലിയാർ, അതുപോലത്തെ ഉയർന്ന കാളമ്പാടി ഉസ്താദ്, അതുപോലെ തന്നെ കണ്ണിയത്ത് ഉസ്താദ്, ശംസുൽ ഉലമ, ഇവരൊക്കെ വളരെ പക്വതയും അവരൊക്കെ ഇഹ്സാൻ്റെ മുഹ്സിനീങ്ങളുടെ ആളുകളായിരുന്നു, സൂഫികളായിരുന്നു, സാഹിദികളായിരുന്നു. ഇന്നത്തെ സമസ്ത നോക്കിയാലോ, കുത്തിക്കറുപ്പിച്ച നിസ്കാരത്തഴമ്പുണ്ട്, നീ വലിയവനാണെന്ന ചിന്തയുണ്ട് എന്നതിൽ കവിഞ്ഞൊന്നുമില്ല. പിന്നെ ഇപ്പോൾ സമസ്തൻ്റെ അതിൽ ഇപ്പോൾ ആരാണ് അതിൻ്റെ മുൻ ഹെഡ് മുക്കം ഉമർ ഫൈസി, നിരീശ്വരവാദികളോട് കൂട്ടുകൂടുന്ന, ചങ്ങാത്തം കൂടുന്ന, മദാരിക്കിൽ ഇബിലിൽ പോയി നിസ്കരിച്ച ഒരു പാമരൻ അടുത്ത് സമസ്തയുടെ സെക്രട്ടറി കുപ്പായിട്ടൊക്കെ. ഇനി അവനെ പോലത്തോലൊക്കെ തന്നെ സമസ്തക്ക് സെക്രട്ടറി സ്ഥാനം ഇരിക്കാൻ നല്ലത്. കാരണം മുഖ്ലിസീങ്ങളൊക്കെ മാഞ്ഞു പോകുന്നു സമസ്തയിൽ നിന്ന്. എന്തുകൊണ്ടാണ് ഇവർക്ക് ഉള്ളിൽ അള്ളയില്ല, അള്ളാടെ ഒരു പണിയില്ല. സന്ദേശയാത്രൻ്റെയൊക്കെ സ്റ്റേജ് കണ്ടിട്ടുണ്ടെങ്കിൽ അള്ളാഹിൽ ഒരു പണിയില്ല. പിന്നെ അള്ളാഹിലും ദൈവവിശ്വാസം തന്നെ ഇല്ലാത്ത ഉമറാക്കളെ അഥവാ രാഷ്ട്രീയക്കാരെ വിളിച്ചിരുത്തിയത് ആഖിർ സമാനിൻ്റെ ഉലമാക്കളുടെ സ്വഭാവമാണ്. അവർക്ക് എന്തുണ്ട്? കുത്തിക്കറുപ്പിച്ച നിസ്കാരത്തഴമ്പുണ്ട്, നീ വലിയവനെന്ന ചിന്തയുണ്ട്. പിന്നെ എന്തെങ്കിലും അവർക്ക് സമയം കിട്ടിയാൽ സൗമ്യന്മാരായ പാണക്കാട് തങ്ങന്മാരെ കുറേ തെറി പറയണം, കുറേ ചീത്ത പറയണം. അതിനപ്പുറം പിന്നെ അവരുടെ പണി എന്താണ്? ലീഗിന് സീറ്റ് കിട്ടരുതേ. ലീഗ് കൊണ്ട് വളർന്നതാണ് മലബാറിലെ നല്ലൊരു ശതമാനം മതസ്ഥാപനങ്ങളും. അതുകൊണ്ടാണല്ലോ നിങ്ങൾ പൊട്ടിത്തെറിച്ചപ്പോഴും ലീഗിന് ഒരു ക്ഷീണവും സംഭവിക്കാതിരുന്നത്.